അടുത്ത് നമുക്കൊരു വേറെ ടേബിൾ നോക്കാം. വേറെ ഒന്നുമല്ല, അത് നമ്മുടെ മോട്ടറുകളുടെ സൈസും അതിൻ്റെ യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസുകളാണ്. അപ്പോൾ ഇതെല്ലാം 3 ഫേസ് മോട്ടർ എന്നുള്ള മീനിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. മെയിൻലി സംഭവം സിമ്പിളാണ്. നമ്മൾ തുടങ്ങുന്ന 1 HP മോട്ടർ മുതൽ അവിടെ സൈഡിൽ കിലോ വാട്ട് എഴുതിയിട്ടുണ്ട്. 1, 2, 3, 5, 7.5, 10, 12.5, 15, 20, 25 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് കറണ്ടും ഫുൾ ലോഡ് കറണ്ടും അതിൻ്റെ അത് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കാറുള്ളത് 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് അപ്രോക്സിമേറ്റ് കിട്ടുന്നതാണ്. അത് കൂടുതലും വലിയ വലിയ മോട്ടറിലാണ് കുറച്ചും കൂടി കൃത്യമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ 100 HP മോട്ടർ 100 × 1.3 ചെയ്താൽ 135 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 200 ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ 200 1.3 ചെയ്താൽ 270 ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ബാക്കപ്പ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ച് ഫ്യൂസോ അല്ലെങ്കിൽ നമ്മൾ ഇത് ഓണാക്കാൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ഫ്യൂസിൻ്റെ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അസിസ്റ്റഡ് ആണെങ്കിൽ അത്ര വേണ്ട, ഭയങ്കര ഹൈ കറണ്ട് വലിക്കില്ല. അല്ലാത്ത പക്ഷം ഭയങ്കര ഹൈ കറണ്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ഓൺലൈനായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈ കറണ്ട് വലിക്കും. കാരണം ഡയറക്റ്റ് ലൈനിൽ നിന്ന് മോട്ടർ ഓണാകുമ്പോൾ ഭയങ്കര സ്റ്റാർട്ടിങ് കറണ്ട് വലിക്കും. യൂസിങ് സ്റ്റാർ ഡെൽറ്റയൊക്കെ ആണെങ്കിൽ കുറച്ച് കറണ്ട് കുറയും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ബാക്കപ്പ് ഫ്യൂസാണ് കൊടുത്തേക്കുന്നത്. അതും ഇതേപോലത്തെ ഒരു 1.3 വെച്ച് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് 1.3 × 1.5 ചെയ്യും. അപ്പോൾ അവിടുത്തെ ബാക്കപ്പ് ഫ്യൂസിൻ്റെ റേറ്റിംഗ് നെക്സ്റ്റ് ഹയർ സൈസ് അങ്ങനെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 HP തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ 1 × 1.3 ചെയ്താൽ 130 കിട്ടും, × 1.5 ചെയ്താൽ 195 കിട്ടും. സോ നെക്സ്റ്റ് ഹയർ സൈസ് 200ൻ്റെ ഫ്യൂസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോർട്ട് കട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൽ ബാക്കിയുള്ള കേബിളിൻ്റെയാണ് പറഞ്ഞേക്കുന്നത്. കേബിൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ 15 HP മോട്ടറിന് വരെ 10 സ്ക്വയർ mm AYF കേബിൾ, അലുമിനിയം കേബിളാണ് പറഞ്ഞേക്കുന്നത്. അത് ആസ് പെർ IS 732-2019 ക്ലോസ് 5.2.7 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പുതിയ ഇൻസ്പെക്ടർ ഡയറിയിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അത് 20 HP 16-ഉം 25-നും 30-ക്ക് 25. അപ്പോൾ ഇത് ചിലത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. 25 HP 25ൻ്റെ കേബിൾ, 50 HP 50യുടെ കേബിൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചിലതങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം ഈ ടേബിൾ നോക്കി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ മോട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ കേബിൾ സെലക്ഷൻ ചെയ്യണമെങ്കിൽ ഈ ടേബിൾ വേണം റെഫർ ചെയ്യാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഒരു ഫുഡ് നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. മോട്ടോഴ്സ് റേറ്റിംഗ് 250 HP ആൻഡ് എബവ് ആണെങ്കിൽ ബ്രേക്കർ ഷാൽ ബി പ്രൊവൈഡ് വിത്ത് ഫോളോയിങ് പ്രൊട്ടക്ഷൻ. അതായത് കുറച്ച് പ്രൊട്ടക്ഷൻസും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്യണം. മോട്ടറിൻ്റെ ടേബിളായതുകൊണ്ട് ആ ഒരു പാർട്ട് കൂടി പറയുന്നുണ്ട്. തെർമൽ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടും എർത്ത് ഫാൾട്ടും അണ്ടർ വോൾട്ടേജ്, പിന്നെ നെഗറ്റീവ് സീക്വൻസ് വരികയാണെങ്കിൽ അത്, ലോക്ക് റോട്ടർ, ഇതൊക്കെ നിർബന്ധമായിട്ടും 250 കരുതണം. ബാക്കിയുള്ളതിൽ അത്രയും ഇത് ഫീച്ചേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ടേബിളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ചിലത് ഓർത്ത് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മോട്ടറിൻ്റെയൊക്കെ ഇത് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇതുകൂടാതെ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേഷൻ പറഞ്ഞ ടൈമിൽ പറഞ്ഞു, നമുക്ക് ഭയങ്കര ദൂരെയൊക്കെയാണ് മോട്ടർ വയ്ക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രോപ്പ് കാൽക്കുലേഷൻ എടുത്തിട്ട് വേണം കേബിൾ സെലക്ട് ചെയ്യാൻ. അല്ല, അങ്ങനെ ഇൻ കേസ് അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വരുവാണെങ്കിൽ, ഏതെങ്കിലും പ്രോജക്റ്റിൽ വരുവാണെങ്കിൽ ആ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം. ഫീഡർ കേബിളിൻ്റെ ലെങ്ത്തും കൂടി നോക്കണം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് സ്റ്റാർട്ടർ വരെ 4 കോർ യൂസ് ചെയ്യാം. അതായത് സ്റ്റാർട്ടർ ടു മോട്ടർ എന്തായാലും 3 കോർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം 3 ഫേസ് മോട്ടറിന് ഒരിക്കലും ന്യൂട്രലിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.